അത്തം സൽഗുണസമ്പന്നരായും ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവരായും അത്തം നക്ഷത്രജാതരെ കാണാനാകും. ഇവർ വാക്സാമർഥ്യമുള്ളവരാണ്. വലിയ തത്വങ്ങൾ പറയുന്നതിൽ മിടുക്കരായിരിക്കും. ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റവും വശ്യതയും ചിരിയും അത്തം നക്ഷത്രക്കാരുടെ സവിശേഷതയാണ്. കർമ്മരംഗത്തായാലും കുടുംബത്തിലായാലും ആരോടും പരിഭവമില്ലാതെ എല്ലാം ഏറ്റെടുക്കും. ഇവരെ നിഷ്ക്രിയരായി കാണാനാകില്ല. എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പരോപകാരം ചെയ്താൽ അത് ഈ കൂട്ടർക്ക് ഉപദ്രവമായി മാറാറുണ്ട്. ജീവിതത്തിൽ സുവർണ കാലഘട്ടം എന്ന് പറയുവാൻ ഒന്ന് ഇവർക്കില്ല. അതിമോഹങ്ങൾക്ക് വശംവദരാകാറില്ല. കർമ്മരംഗത്ത് കാര്യപ്രാപ്തി കാണിക്കും. ഏറ്റെടുത്ത ജോലികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കും. ദാമ്പത്തിക ജീവിതം ശോഭനമായിരിക്കും. അത്തം നക്ഷത്രത്തിൻ്റെ 1-ാം പാദത്തിൽ ജനിച്ചാൽ പിതാവിനും, 2-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മാവനും, 3-ാം പാദത്തിൽ ജനിച്ചാൽ തനിക്ക് തന്നെയും, 4-ാം പാദത്തിൽ ജനിച്ചാൽ അമ്മയ്ക്കും നാശം ചെയ്യും. ഗ്രഹഭരണത്തിൽ സമർത്ഥരായ അത്തം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ആകർഷണീയതയുണ്ടായിരിക്കും. ഔദ്യോഗിക രംഗത്തും ഇവർ ശോഭിക്കും. സഹനശക്തിയും സദാചാരബോധവും ഉള്ളവരായിരിക്കും. അത്തം നക്ഷത്രത്തിൻ്റെ ദേവത സൂര്യനാണ്. ഗണം ദൈവം, യോനി സ്ത്രീ, മൃഗം പോത്ത്, ഭൂതം അഗ്നി, പക്ഷി കാക്ക, വൃക്ഷം അമ്പഴം. ദശാനാഥൻ ചന്ദ്രനാണ്. തുടർന്ന് കുജദശ 7, രാഹുദശ 18, വ്യാഴദശ 16, ശനിദശ 19, ബുധദശ 17, കേതുദശ 7, ശുക്രദശ 20 എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ വരും. ചോതി, അനിഴം, മൂലം, അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ശുഭകാര്യങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ്. അത്തം നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ: വിവാഹം, ഗ്രഹാരംഭം, ഗ്രഹപ്രവേശം, വിദ്യാരംഭം, യാത്ര, അന്നപ്രാശം, ദേവപ്രതിഷ്ഠ എന്നിവയാണ്. സ്ത്രീകൾക്ക് വിവാഹത്തിന് സ്വീകരിക്കാവുന്ന പുരുഷ നക്ഷത്രങ്ങൾ: അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകയിരം, തിരുവാതിര, പുണർദം, പൂയം, ആയില്യം, മകം, പൂരം, ചിത്തിര, വിശാഖം മുക്കാൽ, മൂലം, പൂരാടം, ഉത്തരാടം കാൽ, അവിട്ടം അന്ത്യപകുതി, പൂരുരുട്ടാതി, ഉത്തുരുട്ടാതി, രേവതി. അത്തത്തിൻ്റെ നക്ഷത്രനാഥൻ ചന്ദ്രനാകയാൽ മുത്തുധരിക്കാം. 2026 വർഷത്തെ ഫലങ്ങൾ: ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തെ ഫലങ്ങൾ. പുതിയ കരാറിലേർപ്പെടും. ഗ്രഹത്തിൽ ഇരുന്നു കൊണ്ട് തന്നെയുള്ള ജോലിയിൽ പ്രവേശിക്കും. പ്രത്യുപകാരം ചെയ്യുവാനുള്ള അവസരം വിനിയോഗിക്കും. ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തും. വിദേശയാത്രയ്ക്കായുള്ള ശ്രമം ഫലം കാണില്ല. മക്കളുടെ കാര്യങ്ങൾക്കായി യാത്രകൾ ചെയ്യേണ്ടതായി വരും. സന്താനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ മനോദുഃഖം അനുഭവിക്കേണ്ടതായി വരും. ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. വാക്കുതർക്കങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ സംസാരത്തിൽ അതീവ ശ്രദ്ധാലുവായിരിക്കുന്നത് നന്നായിരിക്കും. പരിഹാരം: ശനിയാഴ്ച വ്രതം എടുത്ത് അയ്യപ്പ ഭജനം നടത്തുക. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തെ ഫലങ്ങൾ: ആലോചിച്ച് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തില്ലെങ്കിൽ പരിചയക്കാരുമായും ബന്ധുക്കളുമായും കലഹമുണ്ടാകുവാൻ സാധ്യതയുണ്ട്. വ്യാപാരികൾക്ക് അനുകൂല സമയമാണ്. ഭാര്യയുമായി ചിലർ സൗന്ദര്യപ്പിണക്കങ്ങൾ ഉണ്ടാകുമെങ്കിലും കുടുംബ അന്തരീക്ഷം പൊതുവെ സമാധാനപരമായിരിക്കും. പുതിയ വാഹനത്തിന് യോഗം കാണുന്നു. അലസത പല നല്ല അവസരങ്ങളും ഇല്ലാതാക്കും. വിദഗ്ധ ചികിത്സയിലൂടെ സന്താനലബ്ധിക്ക് സാധ്യത തെളിയും. രാഷ്ട്രീയക്കാർ ജനഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതിനാൽ സർവസമ്മതരായിത്തീരും. വിദ്യാർത്ഥികൾക്ക് നല്ല സമയമാണ്. മാതാവിന് അരിഷ്ടതയ്ക്ക് സാധ്യത. പരിഹാരം: ഹനുമാൻ ക്ഷേത്രത്തിൽ വെറ്റിലമാല സമർപ്പിക്കുക. ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ ഫലങ്ങൾ: കർമ്മമണ്ഡലത്തിൽ വിജയിക്കുവാൻ സാധിക്കും. മക്കളുടെ ഉന്നതിയിൽ ആത്മാഭിമാനവും സന്തോഷവും അനുഭവിക്കും. ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മികവ് പ്രകടിപ്പിക്കുവാൻ സാധിക്കും. കുടുംബജീവിതത്തിൽ തന്മയത്വത്തോടുള്ള സമീപനം വളരെ മാറ്റങ്ങൾക്ക് കാരണമാകും. ബന്ധുജനങ്ങൾ ഏതാവശ്യത്തിനും ഓടിയെത്തും. വിവാഹാലോചനകൾ ഫലം കാണാതെയിരുന്നെന്ന് വരും. വിദ്യാർത്ഥികൾ അലസത പ്രകടിപ്പിക്കും. വലിയ അപകടങ്ങളിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെടും. പരിഹാരം: ശനീശ്വരനെ പ്രീതിപ്പെടുത്തണം. ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസത്തെ ഫലങ്ങൾ: പൊതുവെ നല്ല സമയമായിരുന്നെങ്കിലും വർഷാവസാനം അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം. എന്നിരുന്നാലും കർമ്മരംഗത്ത് ദോഷഫലം കാണുന്നില്ല. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. ഉത്സവാഘോഷങ്ങളിൽ പങ്കെടുക്കും. വീട്ടിൽ ധാരാളം സന്ദർശകരെ പ്രതീക്ഷിക്കാം. ഒത്തുകൂടലുകൾ മനസ്സിലെ ആശങ്കകൾ അകറ്റും. വാഹനത്തിൽ നിന്ന് ആദായം ലഭിക്കും. രോഗം അലട്ടുന്നതിന് സാധ്യത. വരവിനേക്കാൾ ചെലവ് അധികരിക്കും.
സന്താനങ്ങളുടെ ആരോഗ്യസ്ഥിതി മൂലം ചിന്താധീനനാകും. കള്ളക്കേസുകളിൽ ചെന്നുപെടുവാൻ സാധ്യത കാണുന്നു. ആദായനികുതി ഉദ്യോഗസ്ഥരുടെ ശല്യം അനുഭവിക്കുവാൻ സാധ്യത. പരിഹാരം: ശാസ്താവിന് എള്ളെണ്ണ സമർപ്പിക്കുക.